നമ്മുടെ ബേപ്പൂര് കണ്ടോ നിങ്ങള്? കടലും കരയും ആകാശവും ഒരുപോലെ ഇളക്കിമറിച്ച 3 ദിവസല്ലേ കഴിഞ്ഞുപോയത്. അഞ്ചാമത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിംഗ് കൊടിയിറങ്ങുമ്പോൾ ഓരോ കോഴിക്കോട്ടുകാരന്റെയും നെഞ്ചിൽ ആവേശത്തിന്റെ 1000 കപ്പലുകളാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതു മുതൽ കണ്ടില്ലേ ബേപ്പൂരിലെ ഒരു തിരക്ക്. ആദ്യം തന്നെ ആകാശത്തേക്ക് നോക്കിയാൽ എന്താ ഭംഗി! ഇന്തോനേഷ്യയിൽ നിന്നും തുർക്കിയിൽ നിന്നും ഒക്കെ വന്ന വമ്പൻ പട്ടങ്ങൾ വാനിലങ്ങട് പാറി നടക്കുകയാണ്. കുതിരയും പുലിയും ഒക്കെ ആകാശത്ത് പറക്കുന്നത് കാണാൻ എന്ത് രസാണെന്നോ. പിന്നെ മോട്ടോർ ഘടിപ്പിച്ച പാരാഗ്ലൈഡിങ്ങും കൂടി ആയപ്പോ ആകാശം ശരിക്കും ഒരു ഉത്സവ പറമ്പായി മാറി. കണ്ടു നിന്നവരൊക്കെ അമ്പരന്ന് പോയിട്ടുണ്ട് ആ ഒരു കാഴ്ച കണ്ടിട്ട്. ഇനി കടലിലെ കാര്യം പറയുകയാണെങ്കിലോ, ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ ആവേശം വിതറി ഡ്രാഗൺ ബോട്ടുകൾ കുതിച്ചു പാഞ്ഞു. മലബാറിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഡ്രാഗൺ ബോട്ട് റേസ് നടക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ സ്വന്തം നാടൻ വള്ളംകളിയും കയാക്കിങ്ങും ഡിങ്കി ബോട്ടുകളും ഒക്കെയായി കടലങ്ങട് പൂര പറമ്പായി. അങ്ങകലെ നേവിയുടെ യുദ്ധക്കപ്പലായ INS കൽപ്പേനിയും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും കണ്ടപ്പോ ശരിക്കും അഭിമാനം തോന്നി. കുടുംബസമേതം കുട്ടികളൊക്കെയായിട്ട് കപ്പലിൽ കയറാനും അതിന്റെ ആയുധങ്ങൾ കാണാനും വൻ തിരക്കായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന ജലസാഹസികതകൾ വേറെയും. ഫ്ലൈബോർഡിൽ വെള്ളത്തിനു മുകളിലേക്ക് റോക്കറ്റ് പോലെ ഉയർന്നു പോകുന്ന പ്രകടനവും സർഫിങ്ങും ഒക്കെ കണ്ട് ആളുകൾ ശരിക്കും അമ്പരന്നു. കോസ്റ്റ് ഗാർഡിന്റെ രക്ഷാപ്രവർത്തന ഡെമോ കണ്ടപ്പോഴാണ് അതിന്റെയൊക്കെ ഒരു ഗൗരവം നമുക്ക് ശരിക്കും മനസ്സിലായത്. ഓരോ പ്രകടനത്തിനും കടപ്പുറത്തുയർന്ന ആ കയ്യടി മതി ബേപ്പൂരിന്റെ ആവേശം അറിയാൻ. ആഘോഷം അവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല കേട്ടോ. നല്ലൂർ മിനി സ്റ്റേഡിയത്തിലും ചാലിയത്തും മറീന ബീച്ചിലുമായി നമ്മുടെ നാടൻ കലാകാരന്മാരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനമുണ്ടായിരുന്നു. മെഗാസ്റ്റാറുകൾക്ക് പകരം നമ്മുടെ അയൽക്കാരും കുടുംബശ്രീ ചേച്ചിമാരും ആശാ വർക്കർമാരും തൊഴിലാളികളും ഒക്കെ സ്റ്റേജിൽ തകർത്തു. കോൽക്കളിയും ഒപ്പനയും നാടൻ പാട്ടും തിരുവാതിര കളിയും മുതൽ DJ വരെയായി രാത്രികൾ പകലാക്കി മാറ്റി കോഴിക്കോട്ടുകാർ. ഇതിനിടയിൽ ചൂണ്ടയിടൽ മത്സരവും ചെസ് മത്സരവും മാരത്തോണും ഒക്കെയായി ആവേശകരമായ 3 പകൽ രാവുകൾ. വയറു നിറയ്ക്കാതെ എന്താഘോഷം അല്ലേ? പാരിസൺസ് ഗ്രൗണ്ടിലെ ഫുഡ് ഫെസ്റ്റ് അതൊരു ഒന്നൊന്നര അനുഭവമായിരുന്നു. കിഴി പൊറാട്ടയും ഉന്നക്കായയും മുട്ടമാലയും മുതൽ ബബിൾ ടീയും മുളസോടയും വരെ 80 സ്റ്റാളുകളിൽ നിറഞ്ഞു നിന്ന ആ രുചി വൈവിധ്യം ശരിക്കും ഹിറ്റായി. ചുരുക്കി പറഞ്ഞാൽ ബേപ്പൂർ ഇനി വെറുമൊരു തുറമുഖമല്ല, ലോക ടൂറിസം ഭൂപടത്തിന്റെ ഗ്ലാമർ താരമാണ്. വാക്കുകൾ കൊണ്ട് തീരുന്നതല്ല ബേപ്പൂരിലെ ഈ ആവേശം. ഇനി കാത്തിരിപ്പ് അടുത്ത കൊല്ലത്തേക്കാണ്. ഈ 3 ദിവസത്തെ ഓർമ്മകൾ കൂട്ടിനുണ്ടാകും. കാത്തിരിക്കാം ആ വലിയ പൂരത്തിനായി. Subscribe to One India and never miss an update.